ജീവിതം ഫലസ്തീനികൾക്കായും സന്ധിയില്ലാ പോരാട്ട പരമ്പരകൾക്കായും മാറ്റിവെച്ച പ്രിയപ്പെട്ട നേതാവ് ഇസ്മായിൽ ഹനിയയുടെ ജീവനാണ് ഹമാസിന് നഷ്ടമായത്. ഹനിയയെ കൊലപ്പെടുത്തിയതുവഴി ഇസ്രായേൽ ഇറാന്റെ ആത്മാഭിമാനത്തെയും പരമാധികാരത്തെയുമാണ് വെല്ലുവിളിച്ചത്. ഹിസ്ബുള്ളയ്ക്ക് നഷ്ടപ്പെട്ടതാകട്ടെ സൈനിക മേധാവി ഫുവാദ് ഷുക്കറിനെയും. ഇറാൻ നേതൃത്വം നൽകുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള പരിശ്രമത്തിലാണ്. ഹനിയയുടെ കൊലപാതകം ഉൾപ്പെടെ ഇസ്രയേലിന്റെ ഓരോ ചെയ്തികളോടും എണ്ണിപ്പറഞ്ഞ് കണക്ക് തീർക്കാൻ ഇറാൻ ഒരുമ്പെടുകയാണെന്ന് യുഎസിനും സയനിസ്റ്റുകൾക്കും നന്നായി അറിയാം. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇറാനും സഖ്യകക്ഷികളും ഇസ്രയേൽ ഭീകരതയ്ക്കെതിരെ അണിനിരക്കുമെന്നും ഇറാനിൽ നിന്നും തിരിച്ചടിയുണ്ടാകുമെന്നും യുഎസ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നു. ഇതിനെ സാധൂകരിക്കുന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ ചില റിപ്പോർട്ടുകൾ. ഈ പ്രത്യാക്രമണത്തിൽ ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയുടെ പങ്കാളിത്തം വളരെ വലുതായിരിക്കുമെന്നത് സംബന്ധിച്ച് ഇസ്രയേലിനും ചില ആശങ്കകളുണ്ട്. എന്നാൽ പൊടുന്നനെ ആ രീതിയിലുള്ള ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇസ്രയേലും വെറുതെ ഇരിക്കില്ലെന്നത് വ്യക്തമാണ്. സയനിസ്റ്റ് രാജ്യത്ത് നിന്നും അതിഗുരുതര സ്വഭാവമുള്ള ആക്രമണം തന്നെ പ്രതീക്ഷിക്കാം. അതിനിടെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികളും ഹിസ്ബുള്ളയും ഒരു വശത്ത് നിന്ന് ആക്രമണം തുടങ്ങിയെന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏദൻ ഉൾക്കടലിൽ ചരക്ക് കപ്പലിൽ നേരെ ആക്രമണം നടത്തിയതായി ഹൂത്തികളും വടക്ക് മാൽക്കിയ സെറ്റിൽമെന്റിന് സമീപമുള്ള ഇസ്രയേലിന്റെ സൈനിക സൈറ്റിന് നേരെ ഷെല്ലാക്രമണം നടത്തിയതായി ഹിസ്ബുള്ളയും അവകാശപ്പെട്ടു. ടെല്ലവീവിലേക്ക് റോക്കറ്റുകളുടെ ആക്രമണം നടത്തിയതായും ഹിസ്ബുള്ള വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുള്ള പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ലെബനനിലെ കെഫാർകേലയിലും ദേർ സിറിയാനയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തങ്ങളുടെ ഏറ്റവും പുതിയ പ്രത്യാക്രമണം. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ചില സിവിലിയന്മാർക്ക് പരിക്കേറ്റതായി വാർത്തകളുണ്ട്. ഹിസ്ബുള്ളയിൽ നിന്നുള്ള പല റോക്കറ്റ് പ്രൊജക്ടൈലുകളും ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനമാണ് തടഞ്ഞത്. ഹമാസിന്റെ പ്രിയങ്കരനായ നേതാവ് ഇസ്മായിൽ ഹനിയയെ വകവരുത്തിയതിന് കടുത്ത പ്രതികാരം ചെയ്യുമെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സും പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. ഹനിയയുടെ കൊലപാതകത്തിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് ഇറാൻ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ അതൊന്നും തന്നെ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. ഇസ്മായിൽ ഹനിയയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ തിരിച്ചടിയിൽ ഭയന്നിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയെ തുടർന്ന് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഇസ്രായേൽ സഹായം ആവശ്യപ്പെട്ടു. പ്രതിരോധ സഹായവും പിന്തുണയും വേണമെന്ന ആവശ്യം ഇസ്രായേൽ ഉന്നയിച്ചതായി വിദേശ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്നു. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ തിരിച്ചടിയിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരം മറികടന്നുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയതെന്നാണ് വിലയിരുത്തൽ. അതിനാൽ തന്നെ തിരിച്ചടിയുണ്ടാകും എന്ന നിലപാടിലാണ് ഇറാൻ. പിന്മാറണമെന്ന അമേരിക്കൻ അഭ്യർത്ഥനയും ഇറാൻ തള്ളിയിട്ടുണ്ട്. ഇറാന് പുറമെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തിരിച്ചടിയും ഇസ്രയേലിനെ ഭയത്തിലാഴ്ത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ചേർന്നുള്ള സംയുക്ത ആക്രമണത്തിനും സാധ്യത വളരെ കൂടുതലാണ്. നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്കായി ഇസ്രായേൽ ഭൂഗർഭ അറകൾ ഒരുക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടെല്ലവീവ് കനത്ത സുരക്ഷയിലാണ്. ലെബനാൻ അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളോട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലെബനനിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അടിയന്തരമായി ലെബനൻ വിടാൻ അമേരിക്കയ്ക്കു പിന്നാലെ ബ്രിട്ടനും തുർക്കിയും തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടു. ഇക്കാലയളവിനിടെ ഇറാനും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഇസ്രയേലിൽ നിന്നും കനത്ത പ്രഹരങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഇസ്രയേലിന് ഈ പ്രതിരോധ ഗ്രൂപ്പുകളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അമേരിക്കൻ പിന്തുണയും അത്യാധുനിക ആയുധ ശേഖരത്തിന്റെയും പിൻബലത്തിലാണ് ഇസ്രയേലിന്റെ നിലനിൽപ്പ്. ഇക്കൂട്ടരോട് പോരാടാനുള്ള ശേഷി തങ്ങൾക്കില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇറാനും സഖ്യകക്ഷികളും പ്രതിരോധ നിരയുടെ മുൻപന്തിയിലുണ്ട്. ഇസ്രയേലിനെ പോലെ ആയുധങ്ങളുടെ പിൻബലമല്ല ഇറാനെ നയിക്കുന്നത്, മനക്കരുത്താണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്രയേലിന് അടിയറവ് പറയേണ്ടി വരുമെന്ന ആത്മവിശ്വാസമാണ് ഇറാൻ നേതൃത്വത്തെ ഇനിയും മുന്നോട്ട് നയിക്കുന്നത്. ഈ അവസരത്തിൽ ഭയപ്പാടോടെ ചലനശേഷി ഇല്ലാത്തവരായി മൗനം പാലിച്ചാൽ ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ശക്തിയായി ഇസ്രായേലിന്റെ സർവാധിപത്യം മിഡിൽ ഈസ്റ്റിൽ വ്യാപിക്കുമെന്നത് സംബന്ധിച്ച തിരിച്ചറിവ് ഇറാനും സഖ്യകക്ഷികൾക്കുമുണ്ട്.
അല്ലെങ്കിലും വംശഹത്യയും യുദ്ധവും ഇസ്രായേൽ എന്ന രാജ്യത്തിന് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാനാകും? യുദ്ധം മനുഷ്യന് നേട്ടമൊന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം സർവനാശത്തിലേ അവസാനിക്കൂ. പക്ഷേ ഇസ്രായേലിനോട് പ്രതിരോധമെന്നത് അനിവാര്യതയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.